മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചൊരു ചോദ്യം, ആ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ലഭിക്കുന്ന ആളുകളുടെ സൗഭാഗ്യങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന്. അപ്പോൾ നബിതങ്ങൾ അള്ളാഹു തആല മൂസാ നബിയോട് പറഞ്ഞെങ്ങനെയാണ്, അത് ലാസ്റ്റ് കിടക്കാൻ പറ്റുന്ന ആളാണ്. എല്ലാവരും സ്വർഗത്ത് കടന്ന് സീറ്റൊക്കെ പിടിച്ചു, ഇയാൾ ലാസ്റ്റ് ഇങ്ങനെ വരും. എന്നിട്ട് അയാൾ സ്വർഗത്ത് ഇങ്ങനെ നോക്കിയാണ്ട് പറയും, പഠിച്ചവനെ എല്ലാവരും കടന്നു, സീറ്റൊക്കെ എന്തായി, ഫുള്ളാണല്ലോ പഠിച്ചവനെ. അപ്പോൾ ഇയാളോട് അള്ളാഹു തആല ചോദിക്കലാണ്, അതർല അൻ യകൂന ലക മിസ്ലുമ ലിമലിക്കി മിൻ മുലൂക്കി ദുനിയ, ദുനിയാവിലെ ഒരു രാജാവിനുള്ള അത്ര രാജകീയ സൗകര്യങ്ങളൊക്കെ പാടാൻ എനിക്കുണ്ടായാൽ എനിക്ക് തൃപ്തിയാവുമെന്ന്. നമ്മൾക്ക് രാജാക്കന്മാരെയും പാലസൊക്കെ കേൾക്കുക എന്നല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടാലൊക്കെ പറഞ്ഞത് ഭയങ്കര ബ്രിട്ടനിൽ ഭയങ്കര ഒരു ഇതുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ പേര്, നമ്മൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളത് പോയി വന്നേണ്ട അതിനെ പറ്റിയൊരു ചന്ദ്രികയിൽ എഴുതിയിരുന്നു. ഓരോ ഇഞ്ചും പ്രൗഢമാണെന്നാണ് മൂപ്പര് അതിനെ പറ്റി വർണ്ണിച്ചത്. ബക്കിംഗ്ഹാം കൊട്ടാരോ ഏതാണ്, ബക്കിംഗ്ഹാം കൊട്ടാരം അല്ലേ, ലണ്ടനിലെ വലിയ പാലസ് രാജ്യത്തിൻ്റെ, അത് കണ്ടെന്നാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എഴുതിയതാണ്. ഓരോ ഇഞ്ചും പ്രൗഢമാണെന്ന്. നമ്മളൊന്നും കണ്ടിട്ടില്ല. ഇയാളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, എനിക്ക് ദുനിയാവിലെ ഒരു രാജാവിനുള്ളത് പോലത്തെ ഒക്കെ ഉണ്ടായാൽ മതിയോ എന്ന്. അപ്പോൾ ഇയാൾ ഒരു മതി പഠിച്ചാനെ, എനിക്ക് മതി. അപ്പോൾ എന്താ പറയുക, നലക്ക ദാലിക്കാൻ കഥയുണ്ട്, ഒമിസിലു അത്രയും കൂടി ഉണ്ട്, ഒമിസിലു 5 വട്ടം പറയും അത്രയും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിന് ഇയാൾക്ക് ക്ഷമ കെട്ടു, റളീതു മതിയെന്ന് ഇയാൾ. അള്ളാഹ് പറയാം അതിൻ്റെ 10 ഇരട്ടിയും കൂടി ഉണ്ട്. അപ്പം മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, അപ്പം സ്വർഗത്തിലെ ഏറ്റവും ടോപ്പ് അവസ്ഥ ഉള്ളവർ എങ്ങനെയാണ് പഠിച്ചതെന്ന്. ഇതിപ്പോൾ താഴെ കടള്ളവനാണ്. അള്ളാഹു തആല പറഞ്ഞെന്താ അറിയും, അത് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നട്ടതും മുളപ്പിച്ചതുമായ ചില പ്രത്യേകമായ സൗകര്യങ്ങളാണ്. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാനാവാത്തതുമായ സൗഭാഗ്യങ്ങളാണ്. അത് വർണ്ണിക്കാൻ സാധ്യമല്ല, അവർണ്ണനീയമാണ്, അവാജ്യമാണ്. അള്ളാഹു തആല അതൊക്കെ ലഭിക്കുന്ന വിജയികളിൽ സാധുക്കളെ നമ്മളൊക്കെ പെടുത്തട്ടെ.